കേരളത്തിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്നു. 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരളത്തിൽ കാലവർഷം അതിശക്തമായി തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയും ശക്തമായ കാറ്റും നാശനഷ്ടങ്ങൾ വിതച്ചു. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചില ജില്ലകളിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും ശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ എറണാകുളം, പത്തനംതിട്ട, കോട്ടയം എന്നീ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ, അതായത് ശനിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്കണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും ഈ അവധി ബാധകമാണ്. എന്നിരുന്നാലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ കണക്കിലെടുത്താണ് ഈ തീരുമാനം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തുവിട്ട ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് നിലവിലുണ്ട്. അടുത്ത 5 ദിവസത്തേക്ക് കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. പശ്ചിമ ബംഗാളിന്റെ തീരത്തിന് മുകളിലും വടക്ക് പടിഞ്ഞാറൻ ബംഗാളിൽ ഉൾക്കടലിന് മുകളിലുമായി സ്ഥിതി ചെയ്യുന്ന തീവ്ര ന്യൂനമർദ്ദമാണ് ഈ മഴയ്ക്ക് പ്രധാന കാരണം. കൂടാതെ മഹാരാഷ്ട്ര തീരം മുതൽ കേരള തീരം വരെ തീരത്തോട് ചേർന്ന് ഒരു ന്യൂനമർദ്ദ പാതി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതും കേരളത്തിൽ മഴ വീണ്ടും ശക്തമാകാൻ കാരണമായിട്ടുണ്ട്. നാളെ, അതായത് ജൂലൈ 26-ന് മലപ്പുറം, പാലക്കാട്, തൃശൂർ, എറണാകുളം, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട എന്നീ 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ഈ സാഹചര്യത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദികളുടെയും ഡാമുകളുടെയും സമീപവാസികളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ ബാണാസുര സാഗർ ഡാമിന്റെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഡാമിലെ 2 ഷട്ടറുകൾ 15 സെന്റിമീറ്ററിൽ നിന്ന് 30 സെന്റിമീറ്ററായി ഉയർത്തിയിട്ടുണ്ട്. ഡാമിന്റെ പരിസര പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. നദികളിൽ ജലനിരപ്പ് ഉയരാനും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. തീരപ്രദേശങ്ങളിലും അതീവ ജാഗ്രത ആവശ്യമാണ്. കണ്ണൂർ, കാസർഗോഡ്, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിലും കടലാക്രമണത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 27 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ കടലിൽ പോകുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പാലക്കാട് ജില്ലയിലെ കാരാകുറിശി അയ്യപ്പൻകാവിന് സമീപം ശക്തമായ കാറ്റിൽ ഒരു കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുമാറി സമീപത്തെ വീടിന് മുന്നിൽ വീണു. ഈ സംഭവം ആർക്കും വലിയ അപകടം വരുത്തിയില്ലെങ്കിലും പ്രദേശത്ത് പരിഭ്രാന്തി സൃഷ്ടിച്ചു. കൂടുതൽ ആശങ്കാജനകമായ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കല്ലടിക്കോട് മേഖലയിൽ നിന്നാണ്. കല്ലടിക്കോട് മേലേമടത്ത് കനത്ത മഴയിലും കാറ്റിലും ഒരു വീടിന് മുകളിലേക്ക് മരം വീണ് 3 പേർക്ക് പരിക്കേറ്റു. വാസു, ജാനകി, അഭിജിത്ത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ഉടൻ തന്നെ തച്ചമ്പാറയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരം വീണതിന്റെ ആഘാതത്തിൽ ഓടുകൾ തെറിച്ച് ഇവരുടെ ശരീരത്തിൽ വീഴുകയായിരുന്നു. വൈകിട്ട് 6 മണിയോടെയാണ് ഈ ദാരുണ സംഭവം നടന്നത്. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള മറ്റു നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അട്ടപ്പാടി താവളത്ത് ശക്തമായ കാറ്റിൽ ഒരു ഹോട്ടലിന്റെ മേൽക്കൂര പറന്നുപോയി. വൈകിട്ട് 4 മണിയോടെയായിരുന്നു ഈ സംഭവം. ഈ അപകടത്തിൽ വലിയൊരു ദുരന്തം തലനാരിഴക്ക് ഒഴിവായി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് ആശ്വാസകരമാണ്. മണ്ണാർക്കാട് ചിറക്കപ്പടിയിൽ ഒരു ഫുട്ബോൾ ടർഫിനോട് ചേർന്ന് മേൽക്കൂര തകർന്നു വീണു. ഇത് പ്രദേശത്ത് വലിയ നാശനഷ്ടങ്ങൾ വരുത്തി. വൈദ്യുതി വിതരണത്തെയും കനത്ത മഴ കാര്യമായി ബാധിച്ചു. ഒറ്റപ്പാലത്ത് മരങ്ങൾ കടപുഴകി ഇലക്ട്രിക് പോസ്റ്റുകളിൽ വീണതിനെ തുടർന്ന് പലയിടത്തും വൈദ്യുതി തടസ്സപ്പെട്ടു. ഒറ്റപ്പാലം നഗരസഭയുടെയും പനമണ്ണ, വാണിയംകുളം, കോതകുരിശി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലും ഇത് കാര്യമായി ബാധിച്ചു. വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിക്കുന്നു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയാനും മഴയും കാറ്റിനെയും പ്രതിരോധിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കാനും നിർദ്ദേശമുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ആവശ്യമെങ്കിൽ സഹായം എത്തിക്കാനും ബന്ധപ്പെട്ട വകുപ്പുകൾ സജ്ജമായിട്ടുണ്ട്. സംസ്ഥാനം അതീവ ജാഗ്രതയോടെയാണ് ഈ കാലവർഷത്തെ നേരിടുന്നത്.